എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. ഇതെന്റെ ടയറാ. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പ്രശാന്ത് റാവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ന്യൂസ് പേപ്പർ കൊണ്ട് ഒരു കുട്ടി ഉണ്ടാക്കാനാണ് കേട്ടോ. നമ്മൾ ഇൻ്റർവ്യൂവിൽ കണ്ട പോലെ പഴങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള ആ കുട്ട, പിന്നെ ഇൻഡോർ പ്ലാന്റൊക്കെ അലങ്കരിക്കാനുള്ള ആ കുട്ടിയായിട്ടും, പിന്നെ വീടിൻ്റെ മുൻവശമൊക്കെ നമ്മൾ അലങ്കരിക്കാൻ ഉപയോഗിക്കുന്ന വാൾ ഹാങ്ങിങ്, ഇതെല്ലാം നമുക്ക് ഈ ഒരൊറ്റൊരു മോഡൽ കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു വുഡിൻ്റെ ഫിനിഷിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. നമുക്ക് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ആക്ച്വലി കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. പക്ഷേ നമ്മുടെ കൈ കൊണ്ടുണ്ടാക്കുമ്പോൾ നമുക്ക് മനസ്സിൻ്റെ ഒരു സന്തോഷം അല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ബാസ്ക്കറ്റ് ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് കുറച്ച് ന്യൂസ് പേപ്പറുകളാണ്. നമുക്ക് ഈ ന്യൂസ് പേപ്പറിനെ 2 ഭാഗങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ഇത് ഉണ്ടാക്കുന്ന ബാസ്ക്കറ്റിൻ്റെ വലിപ്പം അനുസരിച്ചാണ്. ഇതിന് ചെറുത് വേണ്ടവർ ഈ 4-1 മുറിക്കുക, അല്ലാത്തവർ ഇത് 2 ഭാഗങ്ങളായിട്ട് മുറിച്ചെടുക്കുക. അപ്പോൾ അതേ നമ്മുടെ ലാലേട്ടനെ കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ക്രാഫ്റ്റിൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. ഇത് നമ്മുടെ ന്യൂസ് പേപ്പർ ആവശ്യത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യമുള്ള ഇതുപോലുള്ള നീളത്തിലുള്ള ഒരു സ്റ്റിക്ക് അല്ലെങ്കിൽ ഓലയുടെ ഈർക്കിലി എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം. എന്താണോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേ നമുക്ക് ഇങ്ങനെ സ്റ്റിക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ന്യൂസ് പേപ്പർ ഇങ്ങനെ ചുരുട്ടിയെടുക്കാം. എന്നിട്ട് പശ വെച്ച് ഒട്ടിച്ചെടുക്കാം. ഒട്ടുമിക്കവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും ഇത്. എന്നിട്ടത്തെ വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്തിട്ട് നമുക്കതിങ്ങനെ ഒട്ടിച്ചെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ക്യൂടെക്സോ അല്ലെങ്കിൽ കുപ്പിയുടെ മൂടിയോ ഈ വലിപ്പത്തിലുള്ള എന്തെങ്കിലും ഒരു വസ്തു ഉപയോഗിച്ചിട്ട് ഞാൻ ഈ ചെയ്യുന്ന പോലെ ചുരുട്ടിയെടുക്കാം. അത് എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് നമുക്കിത് ചെയ്യാം കേട്ടോ. എന്നിട്ടിത് ഞാൻ ഈ ചെയ്യുന്ന പോലെ ഇതിൽ ചുറ്റിയെടുത്ത് പശ ചേർത്ത് ഒട്ടിച്ചെടുക്കണം. അതേ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കിട്ടും, ഒരു ടയറിൻ്റെ ഒരു ഷേപ്പ്. അപ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ചേറെ ഇതുപോലെ റൗണ്ട് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ബാസ്ക്കറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതേ ഞാനൊന്നും നോക്കിയില്ല, നമ്മുടെ ചെറുക്കൻ്റെ ലോറിക്ക് ഒരു ലോഡ് റിങ് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഇതെന്റെ ടയറാ. ഇനി നമുക്ക് വേണ്ടത് ഇതേ മോഡലിലുള്ള ബാസ്ക്കറ്റാണ് കേട്ടോ. അല്ലെങ്കിൽ സ്റ്റീൽ പാത്രങ്ങളോ, നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പിലുള്ള പാത്രങ്ങൾ അല്ലെങ്കിൽ ഇതുപോലത്തെ ബാസ്ക്കറ്റ് നമ്മൾ എടുക്കേണ്ടതാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒട്ടിച്ച ആ റിങ്ങുകൾ കൂട്ടി ഒട്ടിച്ചാണ് നമ്മൾ ഈ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാനിപ്പോൾ ഈ ഒരു ബാസ്ക്കറ്റിൻ്റെ ഷേപ്പിലാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഈ പാത്രത്തിൻ്റെ അടിയിലേക്ക് വെക്കാനായിട്ട് ഇത്തിരി വലിയ ഒരു റിങ് ഉണ്ടാക്കണം. അത് നമ്മൾ മുമ്പ് ഉണ്ടാക്കിയ പോലെ തന്നെ ഇതുപോലെ തന്നെ ചുറ്റി വലിയൊരു റിങ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ ഉണ്ടാക്കുന്ന ഒരു വലിയ റിങ്ങാണ് നമ്മൾ ഈ അടിഭാഗത്തായിട്ട് വെക്കുന്നത്.
ഈ ഒരു റിങ്ങാണ് കേട്ടോ നമ്മൾ ഈ ബാസ്ക്കറ്റിൻ്റെ ഏറ്റവും ബേസായിട്ട് വെക്കുന്നത്. ഇതിന് ചുറ്റിനുമായിട്ട് ചെറിയ റിങ്ങുകൾ ഒട്ടിച്ചൊട്ടിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഒട്ടിച്ചെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ ഗണ്ണ് ഇല്ലെങ്കിൽ സാധാ ഫെവിക്കോളോ എന്താണോ പശയുള്ളത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതേ രീതിയിൽ ഇങ്ങനെ ചുറ്റിനുമായിട്ട് ഒട്ടിച്ചൊട്ടിച്ചെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ ബാസ്ക്കറ്റിൻ്റെ ഏകദേശ ഒരു സ്ട്രക്ചർ ആയിട്ടുണ്ട്. പക്ഷേ ഇത് ബലം ആയിട്ടില്ല. ഇത് ബലപ്പെടുത്താനായിട്ട് ഇതിൻ്റെ ജോയിൻസിലെല്ലാം നമുക്ക് പേപ്പർ കൊണ്ട് ഒട്ടിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഈ കെട്ടുകമ്പി ഉപയോഗിച്ചിട്ട് ഈ ജോയിൻസിൽ കെട്ടി ഉറപ്പിക്കാം. ഇതുപോലുള്ള കമ്പികൾ വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉള്ള പഴയ ട്രാൻസ്ഫോമറുകൾ അതിൻ്റെ അകത്തെല്ലാം ഇതുപോലത്തെ കമ്പികളുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല ബലത്തിൽ കെട്ടി വെച്ചിട്ടുണ്ട്. നല്ല ബലമായിട്ടുണ്ട്. ഇനി ഇത് പോകത്തില്ല. ഇനി ഇതിലേക്ക് നമുക്ക് വൈറ്റ് സിമെൻറ്റ് യൂസ് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം ലെവലിൽ വെള്ളം ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അധികം വാട്ടറി അല്ലാത്ത ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് മുഴുവനും നമുക്ക് ഈ ബാസ്ക്കറ്റിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആ ഗ്യാപ്പുകളെല്ലാം ഫില്ലായി കറക്റ്റ് നല്ലൊരു ഷേപ്പ് കിട്ടും. ഈ വൈറ്റ് സിമെൻറ്റ് അടിക്കുമ്പോൾ ഇത് കൂടുതൽ ബലമാവുകയാണ് ചെയ്യുന്നത്. പിന്നെ അത്യാവശ്യം നല്ല ഒരു സ്ട്രക്ചർ ഇതിന് കിട്ടുകയും ചെയ്യും. പുള്ളിക്കാരൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ നോക്കും കേട്ടോ. ഞാൻ എന്തായി ചെയ്യുന്നതെന്ന് അറിയാനായിട്ടാണ് തോന്നുന്നു. എന്തായാലും പുള്ളി 2-3 വട്ടം ഇതിൽ വന്ന് പോയിട്ടുണ്ട്. ഇത് നല്ല ഉറപ്പായിട്ടുണ്ട്. ഞാനിത് ഒരു ദിവസം കഴിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നല്ല ഉറപ്പായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള പെയിൻ്റ് അടിക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്യാം, ഡിസൈൻ ആഡ് ചെയ്യാം. ഞാൻ 1-2 മോഡൽ ഇതിൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളെ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ബേസായിട്ട് ഫുൾ ബ്ലാക്ക് അടിക്കുകയാണ്. അതിലേക്ക് പല പല കളർ ആഡ് ചെയ്തെടുക്കുവാണ്. പിന്നെ വേറെ ഒരു മോഡൽ എന്ന് പറയുന്നത് വുഡിൻ്റെ മോഡലിൽ ഒരെണ്ണം ചെയ്യാമെന്ന് കരുതുകയാണ്. അപ്പോൾ ഇത് എല്ലാം നല്ല ഫുൾ ബ്ലാക്ക് അടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതുപോലുള്ള പല പല നിറത്തിലുള്ള പെയിൻറ്റുകൾ ആഡ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ അത് ഈ ഒരു ബാസ്ക്കറ്റ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പാറ്റേണിലാണ്. ഇതിലേക്ക് ഇൻഡോർ പ്ലാന്റൊക്കെ വെച്ച് വീട് അലങ്കരിക്കാമെന്ന് കരുതിയാണ്. ഇത് വേറൊരു പാറ്റേൺ ആണ് കേട്ടോ. ഇത് ഞാൻ ഒരു വുഡിൻ്റെ രീതിയിൽ ചെയ്തെടുത്തേക്കുന്നതാണ്. ആ രീതിയിൽ പെയിൻ്റ് അടിച്ചെടുത്തേക്കുന്നതാണ്. ആ പെയിൻറ്റിൻ്റെ മുകളിലേക്ക് ഒരു കോട്ട് വാർണിഷും അടിച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ അലങ്കാരങ്ങളും ഇതിൽ ചെയ്തിട്ടുണ്ട്. ഈ ബീഡ്സൊക്കെ ഇതിലേക്ക് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഭംഗിയായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതൊക്കെ ഇതിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് നമുക്ക് നമ്മുടെ ഭാവന അനുസരിച്ചിട്ട് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ.
അടുത്തതായിട്ട് വാൾ ഹാങ്ങിങ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ പോലെ തന്നെ റിങ് ഉണ്ടാക്കുക. അതിലേക്ക് പെയിൻ്റ് അടിച്ചിട്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ അലങ്കാരങ്ങളൊക്കെ ചെയ്തിട്ട് ഈ ബാസ്ക്കറ്റിൻ്റെ 4 മൂലയ്ക്കും കെട്ടിയിടുക. കെട്ടി ഹാങ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അലങ്കാരം ചെയ്തെടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഇതേപോലുള്ള LED ലൈറ്റുകൾ ഫിക്സ് ചെയ്യാൻ പറ്റിയാൽ അത് കൂടുതൽ ഭംഗിയായിരിക്കും. രാത്രിയിൽ കൂടുതൽ അട്രാക്റ്റീവ് ആയിരിക്കും ഇത് കാണാനായിട്ട്. അപ്പോൾ ഈ 2-3 മോഡലുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.